ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 244. സഭയിൽ നുഴഞ്ഞു കയറിയ യഹൂദവാദികളെക്കെതിരായി പൗലോസ് ഉപയോഗിക്കുന്ന ശക്തമായ ചില വാക്കുകൾ 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിങ്ങനെയാണ് താൻ പറയുന്നത്: നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കും അതെ, ജഡത്തിലും ആശ്രയിപ്പാൻ വകയുള്ളതുപോലെ മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. തുടർന്ന് പൗലോസ് പറയുകയാണ് ഈ 3-ാം വാക്യത്തിൽ, ജഡത്തിൽ ആശ്രയിക്കുന്നവർക്കെതിരെ നിന്ന പൗലോസ് ഇവിടെ തനിക്ക് ജഡത്തിൽ ആശ്രയിക്കാനുള്ള വക എന്തെന്ന് പറയുകയാണ്. യഹൂദൻ എന്നതിൽ ഒരു മാഹാത്മ്യവുമില്ലെന്ന് പറഞ്ഞവൻ തന്നെ അതിൻ്റെ മാഹാത്മ്യങ്ങൾ പറയുവാൻ ഇവിടെ തുടങ്ങുന്നു. കാരണം യഹൂദൻ്റെ ശ്രേഷ്ഠതകളൊന്നും ഇല്ലാത്തവനായതുകൊണ്ടാണ് ഇപ്പോൾ യഹൂദ പദവിയെ പൗലോസ് തരം താഴ്ത്തി പറയുന്നതെന്ന് ചിലർ പൗലോസിനെ കളിയാക്കി പറയുന്നതായി താൻ അറിഞ്ഞതുകൊണ്ടാണ് തനിക്ക് അവകാശപ്പെട്ട ഈ യഹൂദ ശ്രേഷ്ഠതകൾ 2 വാക്യങ്ങളിലായി അക്കമിട്ട് നിരത്തുന്നത്. അതെ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. അബ്രഹാമിന് ദൈവം കൊടുത്ത ഈ കൽപ്പന പിന്നീട് 8-ാം നാളിൽ അവൻ കൃത്യമായി ആചരിക്കാൻ തുടങ്ങി. യേശുവിനെ പരിച്ഛേദന കഴിപ്പിച്ചതും 8-ാം നാളിലായിരുന്നു. ലേവ്യപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ൽ ഇതൊരു നിയമമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ എന്നത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു പദവിയായി അംഗീകരിച്ചു പോന്നിരുന്നു. മറ്റൊന്ന്, ഇസ്രയേൽ ജാതിക്കാരൻ എന്ന നിലയിൽ അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് അവകാശവാദം പറയുന്ന ഇസ്മായിലും ഏദോമ്യരും മറ്റു ചില സങ്കരവർഗക്കാരായ യഹൂദന്മാരും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇസ്രയേൽ ജാതിക്കാരൻ എന്ന് പൗലോസ് തന്നെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അതായത്, ഞാൻ ഒറിജിനൽ ഇസ്രയേലിനാണ് എന്ന് സാരം. അബ്രഹാമിൻ്റെ മക്കൾക്ക് മുഴുവൻ ഇസ്രയേൽ എന്ന പേരിന് അർഹതയില്ല. അത് യാക്കോബിൻ്റെ മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം അവരാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. 3-ാമത്തേത്, ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന നിലയിൽ 12 ഗോത്രപിതാക്കന്മാരിൽ റാഹേലിൻ്റെ ഓമനപുത്രനായ ബെന്യാമിൻ മാത്രമേ കനാൻ നാട്ടിൽ വെച്ച് ജനിച്ചിട്ടുള്ളൂ. ഇസ്രയേലിൻ്റെ 1-ാമത്തെ രാജാവുമായ ശൗൽ ബെന്യാമിൻ ഗോത്രക്കാരനാണ്. പൗലോസിനും വീട്ടിലെ പേര് ശൗൽ എന്ന് തന്നെയായിരുന്നു. ന്യായാധിപനായിരുന്ന ഏഹൂദ്, മൊർദെഖായി എന്നിവരും ബെന്യാമിൻ ഗോത്രക്കാരാണ്. ബെന്യാമീന്യർ പൊതുവെ ശൂരന്മാരും ഉഗ്രന്മാരും ഭരണസാമർഥ്യമുള്ളവരുമായിരുന്നു. പൗലോസ് ആ ഗോത്രക്കാരൻ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു. മറ്റൊന്ന്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്നത്. റോമൻ രീതികളും ഗ്രീക്ക് രീതികളും അനുസരിച്ച് ജീവിക്കുന്ന യഹൂദന്മാർ അന്ന് ധാരാളം അക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് എബ്രായ മാതൃഭാഷ ഉള്ളവനും എബ്രായ ജാതിയുടെ, അത് ഇസ്രയേലിൻ്റെ ന്യായപ്രമാണങ്ങളും ആചാരങ്ങളും അനുസരിച്ച് ജീവിച്ചു പോകുന്നവനുമായിരുന്നു. ഈ 2 വിഭാഗവും തമ്മിൽ പല കാര്യങ്ങളിലും വ്യത്യാസം പുലർത്തി വന്നിരുന്നു. നോക്കൂ, പൗലോസ് ഒരു യഹൂദ എബ്രായ ഭാഷ പണ്ഡിതനും കൂടിയായിരുന്നു. ഇതുവരെ പറഞ്ഞ 4 കാര്യങ്ങളും പൗലോസിൻ്റെ ജന്മസിദ്ധമായ മാഹാത്മ്യങ്ങളും തുടർന്ന് നാം കേൾക്കാൻ പോകുന്ന 3 തൻ്റെ കഴിവ് കൊണ്ട് നേടിയവയുമാണ്. അത് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. അപ്പോസ്തലപ്രവൃത്തി 23-6, 26-5 വാക്യങ്ങൾ പ്രകാരം താനൊരു പരീശനും പരീശൻ്റെ മകനും ആകുന്നു എന്നും അതിൽ താൻ അഭിമാനം കൊള്ളുന്നു എന്നും അവിടെ പറയുന്നു. ഗലാത്യർ 1-14 പ്രകാരം താൻ യഹൂദ മതത്തെക്കുറിച്ച് നന്നായി പഠിച്ചവനാണ്. ന്യായപ്രമാണത്തിൽ പറയുന്നതെല്ലാം അക്ഷരപ്രകാരം പാലിക്കണമെന്ന് നിർബന്ധമുള്ളവനായിരുന്നു. പരീശന്മാർ രാഷ്ട്രീയ കാര്യങ്ങളിലോ മറ്റ് ഭരണകാര്യങ്ങളിലോ അവർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ മറ്റാരേക്കാളും അതിഭക്തന്മാരായിരുന്നു. കർത്താവിൻ്റെ കാലത്ത് അവരുടെ കപടഭക്തിയെക്കുറിച്ച് അനേകവട്ടം കർത്താവ് ആരോപണം ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ യേശുവിനെന്നും എതിരായി നിന്നവരുമായിരുന്നു. മറ്റൊന്ന്, ശൂഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ എന്ന നിലയിൽ. അതിങ്ങനെ ഗലാത്യർ ലേഖനം 1-13-14 വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ എരിവ് അവിടെ പ്രകടമാക്കി കാണിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തെ നിഷേധിക്കുന്നവരെ ഉപദ്രവിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി യഹൂദന്മാർ കരുതിയിരുന്നു. അതുകൊണ്ട് അവർ പരീശന്മാർക്ക് സഹായം ചെയ്തു പോന്നു. മതപീഡനം കൊണ്ട് സ്വർഗം കിട്ടുമെങ്കിൽ അതാദ്യം പൗലോസിന് കിട്ടുമായിരുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.